In a world with infinite choices, take the chance to be yourself because we are who we choose to be. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. Phone 9048496069. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. ആലിസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, AM ആർക്കേഡ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. മാനവികതയുടെ ഭാവപകർച്ചയുമായി കാളികാവിലെ തെന്നാടൻ സുബൈദയുടെ നന്മ ജീവിതം പറയുന്ന സിനിമ എന്ന് സ്വന്തം ശ്രീധരൻ BBC ന്യൂസിലൂടെ ലോകശ്രദ്ധയിലേക്ക്. BBC ഹിന്ദി ന്യൂസ് വിഭാഗമാണ് സിനിമയുടെ വിശദമായ റിവ്യൂ ഡോക്യുമെന്ററി രൂപത്തിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. यह फेसबुक पोस्ट 17 जुलाई 2019 की है, जिसमें लिखा है कि मेरी उम्मा को अल्लाह ने बुला लिया है, कृपया उनके लिए दुआ करें ताकि जन्नत में उनका शानदार स्वागत हो। यह पोस्ट श्रीधरन ने लिखी थी जब वो ओमान में काम करते थे और उन्हें पता चला कि उनकी उम्मा का निधन हो गया है। इस पोस्ट से यह सवाल उठा कि श्रीधरन अपनी माँ को उम्मा क्यों कह रहे हैं। केरल में मुसलमान अपनी माँ को उम्मा कहते हैं। थैनंदन सुबैदा शहनवाज और जाफर खान की माँ थीं, लेकिन इसके साथ ही वो श्रीधरन, लीला और रामानी की माँ भी थीं। ये सभी केरल के मल्लापुरम जिले के कालिकावु से आते हैं। कमेंट सेक्शन में लोग पूछ रहे थे कि तुम कौन हो। ऐसा इसलिए क्योंकि मेरा नाम श्रीधरन है, इसलिए ही लोगों के मन में शक था और ये सामान्य बात है। तो असल में श्रीधरन कौन है? दरअसल वो चक्की के बेटे हैं, जो सुबैदा और अजीज हाजी के घर काम करती थीं। सुबैदा चक्की को बहुत पसंद करती थीं। चक्की अनुसूचित जाति से आती थीं। जब चक्की की मृत्यु हुई तो सुबैदा उनके अंतिम संस्कार में गईं और श्रीधरन, लीला और उनकी बड़ी बहन रमानी को साथ ले आईं, क्योंकि उनके पिता उनकी देखभाल नहीं कर सकते थे। उस समय श्रीधरन की उम्र 2 साल से भी कम थी। उन्हीं की उम्र का सुबैदा का बेटा जाफर खान भी था। लीला शहनवाज से थोड़ी छोटी थीं, जबकि रमानी सबसे बड़ी थीं। सुबैदा और हाजी को बाद में एक बेटी और हुई। सुबैदा ने सभी बच्चों को एक साथ पाला। श्रीधरन से पूछा गया कि उनकी माँ ने उन्हें इस्लाम धर्म में परिवर्तित क्यों नहीं किया। हिंदू आयालुम, मुस्लिम आयालुम, क्रिश्चियंस आयालुम, वो कहती थी कि चाहे हिंदू हो, इस्लाम हो या ईसाई धर्म हो, सभी एक ही बात सिखाते हैं, वो ये कि सभी से प्यार करो और सबका सम्मान करो। सुबैदा के सभी बच्चे, चाहे वो उनके खुद के पैदा किए बच्चे हों या गोद लिए बच्चे, उनसे यह बात समझ आती है कि सुबैदा का दिल बहुत बड़ा था। उन्होंने सभी बच्चों को एक समान तरीके से पाला। श्रीधरन उनके जाने से बेहद गम में हैं। वो आज भी उन्हें याद करते हैं। सभी के पास अपनी माँ की अच्छी चीजें ही याद करने के लिए होती हैं। मेरे साथ भी ऐसा ही है। സംവിധായകൻ സിദ്ദീഖ് പറവൂർ, സുബൈദയുടെ മകൻ ഷാനവാസ്, വളർത്തുമകൻ ശ്രീധരൻ, മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അഭിമുഖവും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷം മുൻപാണ് തെന്നാടൻ സുബൈദയുടെ മരണവും അവരുടെ ജീവിച്ചിരിക്കുന്ന പോറ്റുമകൻ ശ്രീധരനും വാർത്തകളിൽ നിറയുന്നത്. തന്റെ കൂട്ടുകാരി ചക്കി അകാല മരണത്തിന് കീഴ്പ്പെട്ടപ്പോൾ അനാഥരായി തീർന്ന ചക്കിയുടെ 3 മക്കളായ ശ്രീധരൻ, ലീല, രമണി എന്നിവരെ സുബൈദ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും തന്റെ സ്വന്തം മക്കളോടൊപ്പം ആ കുരുന്നുകളെ അനാഥത്വം അറിയാതെ വളർത്തി വലുതാക്കുകയുമായിരുന്നു. ചക്കിയുടെ മക്കളെ അവരുടെ മതാചാരപ്രകാരം തന്റെ വീട്ടിൽ വളർത്തുകയും അവരുടെ എല്ലാം വിവാഹങ്ങൾ പോലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നടത്തിക്കൊടുക്കുകയും ചെയ്ത സുബൈദയുടെ മതേതര ജീവിതം ഏറെ ചർച്ചയായിരുന്നു. ഞങ്ങളുടെ മാതൃകാപരമായ ജീവിതത്തെക്കുറിച്ച് ലോകത്തെ എല്ലാവരും ചർച്ച ചെയ്തു. പേപ്പറിൽ വന്നു, TV-യിൽ വന്നു. അതിനെക്കുറിച്ചൊരു സിനിമ ഇറങ്ങി. എന്ന് സ്വന്തം ശ്രീധരൻ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങി. അത് നാനാഭാഗങ്ങളിൽ നിന്ന് അതിനെക്കുറിച്ച് എല്ലായിടത്തും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ BBC-ക്കാർ ആ റിപ്പോർട്ട് കാണുകയും അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് ഞങ്ങളോട് സംസാരിച്ച് ഒരു 5-6 മണിക്കൂർ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവരതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ അവർ ഇറക്കി. ആ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലത്തെ എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. എല്ലാം അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം എല്ലാം. പിന്നെ അത് സിനിമ തന്നെ നല്ല സിനിമയാണ്. അത് സിനിമ ഉടനെ തന്നെ റിലീസാവും. അപ്പോൾ അത് എല്ലാവരും കാണണം. നമുക്ക് സപ്പോർട്ട് ഇതേപോലെ എല്ലാവരും നമ്മളെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ
നമ്മൾ ജനങ്ങൾ അനുഭവിക്കുന്ന ഓരോരോ ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ഓരോരുത്തർ ആൾക്കാർ തമ്മിലടിക്കുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഓരോ വാർത്തകൾ കാണുമ്പോൾ കേൾക്കുമ്പോഴും നമുക്ക് ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഇതുപോലെ എല്ലാവരും ആവുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇതേപോലെ ജാതിയും മതവും വർഗീയതയും ഒന്നും ഇല്ലാതെ നമുക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും ഒരുമിച്ച് പോവാം. BBC സംഘം 2 ആഴ്ച മുൻപാണ് കാളികാവിലെത്തിയത്. മണിക്കൂറുകൾ സമയമെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം PAK ടെക്സ്റ്റോറിയം വണ്ടൂർ. ലൈബ എന്ന് കരുവാരക്കുണ്ടിനും സ്വന്തം. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.